വണ്ടിയുമായിട്ട് നമ്മൾ കയറി വന്ന സമയത്ത് തന്നെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ടീം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇവർ എത്ര ദൂരം ഇത് ഓടിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കും ഒരു അവയർനെസ് ഉണ്ടാവും എന്നുള്ളതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാറ്റയുടെ ഏറ്റവും പുതിയ സർവീസ് സെൻറ്റർ ഒന്ന് കാണാൻ വേണ്ടി വന്നേക്കാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സർവീസ് സെൻറ്ററിലുള്ളത്, അവരെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത്. മാമംഗലത്തുള്ള ടാറ്റയുടെ സർവീസ് സെൻറ്ററിനകത്താണ് ഇപ്പം നമ്മളുള്ളത്. സോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഏരിയയിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർക്കിംഗ് ലോഞ്ച് പോലെയാണ്. അതായത് ഇപ്പോൾ വണ്ടിയായിട്ട് വരുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ഇവരുടെ റിസപ്ഷനുമായിട്ടും അതുപോലെ തന്നെ അഡ്വൈസേഴ്സിനായിട്ടൊക്കെ കണക്ട് ചെയ്യാനും അവർക്ക് വളരെ പെട്ടെന്ന് വണ്ടി വന്ന് നോക്കാനും ഒക്കെ ഈ ഒരു സ്പേസ് ഉപയോഗിക്കാം. അറ്റ് എ ടൈം 2-3 വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാവുന്നൊരു സ്ഥലമാണ്. ശരിക്കും ഇവർക്കിത് വേണമെന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൻ്റെ ഭാഗമാക്കാമായിരുന്നു. പക്ഷേ ഒരു കസ്റ്റമർ കൺവീനിയൻസ് എന്നുള്ള നിലയ്ക്ക് ഫസ്റ്റായിട്ട് വരുന്ന ആളുകൾക്ക് നമുക്കും അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. സോ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിസപ്ഷനിൽ പോയി നോക്കാം. കയറി വരുന്ന സമയത്തേ ഇവിടെ ഒരാൾ ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അപ്പോയിൻമെൻറ്റുകളും അത് ഏത് സമയത്താണ് അലോക്കേറ്റ് ചെയ്തേക്കണേ, ആർക്കാണ് അലോക്കേറ്റ് ചെയ്തേക്കണേ, അതിൻ്റെ വർക്ക് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഡിസ്പ്ലേ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ കയറി വരുമ്പോൾ തന്നെ, അതായത് ഒന്ന് ഞാൻ ഇപ്പോൾ എനിക്ക് വരുന്ന സമയത്ത് എൻ്റെ ടൈം സ്ലോട്ട് എനിക്കറിയാം, ആരെ കാണണമെന്നറിയാം, റിസപ്ഷനിൽ പോയി ചോദിക്കേണ്ട ആവശ്യമില്ല, നേരെ പോയിട്ട് ഇന്ന ആളെ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾക്കും ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ട്. ഇന്ന് എത്ര വണ്ടികൾ, ഇപ്പോൾ 10 വരെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, 10 വരെ ഏതൊക്കെ വണ്ടികൾ ആരൊക്കെ ഏതൊക്കെ സമയത്ത് വരും എന്നുള്ള ഒരു ധാരണയുണ്ട് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഈ ഏരിയയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടാണ്. ഇനി അവിടെ പേര് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആളാരാന്ന് അറിയണ്ടേ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ആ പേര് നോക്കാതെ വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെ CR ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഇവരുമായിട്ട് സംസാരിച്ച് നമുക്ക് കാര്യങ്ങൾ തീരുമാനമാക്കാം. ഞാനിപ്പോൾ ടിയാഗോ കൊണ്ടുവന്ന ആളാണ്. വെഹിക്കിൾ നമ്പർ എന്ന് പറയാം. 7078. ഓക്കെ ഓക്കെ, നോർമൽ സർവീസ് കാര്യങ്ങളല്ലേ? ഓക്കെ സാർ, നമ്മുടെ ലോഞ്ചിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ അഡ്വൈസറിനെ കണക്ട് ചെയ്തേ. ഓക്കെ, താങ്ക് യു. സാർ ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് എൽദോ എന്നാണ്. ടാറ്റ സർവീസിലേക്ക് സ്വാഗതം. ഏത് വണ്ടിയായിരുന്നു? ടിയാഗോ സർവീസ് അല്ലായിരുന്നു? ഓക്കെ സാർ, നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോകാം, നമുക്ക് ചെക്ക് ചെയ്യാം. കാര്യങ്ങളൊക്കെ ടാബ് വഴി കേട്ടോ, കുറച്ചുകൂടി ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല അനുഭവമാണ്. സോ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ സർവീസ് ഫെസിലിറ്റീസ് ഒന്ന് കാണാം. ഈ ഏരിയ ഇത് മൊത്തം ഡെഡിക്കേറ്റഡ് സർവീസ് സെൻറ്റർ ആട്ടോ. അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഒരുപാട് സ്ഥലവും വിശാലതയൊക്കെ നമുക്ക് കാണുന്നുണ്ട്. സോ നമുക്കിതിനകത്ത് പോയി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്തുള്ളത് എന്നുള്ളത്. സാർ നമസ്കാരം. ജാക്സൺ GRM ആണ്, അതുപോലെ തന്നെ ASM ആണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ. സോ ഞാൻ സർവീസിൽ വന്നതാണ്. അപ്പോൾ തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. ശരിക്കും വലിയ ഡെഡിക്കേറ്റഡ് വർക്ക്ഷോപ്പാണ്. എത്ര പേരുണ്ട്? നമുക്ക് 26 പേരുണ്ട്. 26. അതിൽ അറ്റ് എ ടൈം 26 വണ്ടിയോളം നമുക്കിവിടെ ഓൺ ടൈം വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ലിഫ്റ്റ് 10 ലിഫ്റ്റോളം ഉണ്ട്. അതിൽ നമുക്ക് 5 പേർ നമ്മൾ യൂസ് ചെയ്യുന്നത് ബോഡി വർക്കിനാണ്, ബോഡി റിലേറ്റഡ് വർക്കിനാണ്. ബാക്കിയെല്ലാം സർവീസ് റിലേറ്റഡ് വർക്കിനാണ് യൂസ് ചെയ്യുന്നത്. 8 ലിഫ്റ്റ് നമുക്ക് സർവീസ് മാത്രം ചെയ്യാനായിട്ടുണ്ട്. അറ്റ് എ ടൈം നമ്മളൊരു 4 റൊട്ടീൻ സർവീസ് വണ്ടികൾ തന്നെ അറ്റ് എ ടൈം ചെയ്തുകൊണ്ടിരിക്കും. ബാക്കി 4 ലിഫ്റ്റിൽ കംപ്ലൈൻറ്റ് വണ്ടികളാണ് നമ്മൾ. വേറൊരു കാര്യം, ടാറ്റ മോട്ടോഴ്സ് അവരുടെ സർവീസ് സെന്ററുകളൊക്കെ ഈസി ആക്സസിബിൾ ലൊക്കേഷൻസിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ മാമംഗലാണ്. ഇതിപ്പോൾ കൊച്ചിയിലെ ഒരു ഹൃദയഭാഗം. അതെ, നമുക്കിവിടെ മെട്രോ ഫെസിലിറ്റി ഉണ്ട്. പുറത്ത് തന്നെ ബസ് ഈസി ആക്സസിബിൾ ഏരിയ ആണ്. സർവീസിന് കൊടുത്തിട്ട് വേണമെങ്കിൽ മെട്രോ. അതെ, കസ്റ്റമറിനെ പറഞ്ഞത് ഇപ്പോൾ തൃപ്പൂണിത്തറ അടുത്ത് ടാറ്റയുടെ നെക്സ്റ്റ് സർവീസ് സെന്റർ ഉണ്ട് തൃപ്പൂണിത്തറ. അവിടെ നിന്ന് വരെ കസ്റ്റമർ ഇവിടെ വരും. നമ്മുടെ സർവീസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട്. സോ എനിക്കൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബേസിക്കലി പിന്നെ ഞാനൊരു വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഈ സർവീസ് സെന്ററിലേക്ക് വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താ? ഓക്കെ, നമുക്കത് നമ്മൾ ഈ സർവീസിനെ സെഗ്രിഗേറ്റ് ചെയ്യും.
ഫ്രീ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടാറ്റ ഒരു വണ്ടി എടുക്കുമ്പോൾ 1 ഇയറിലേക്ക് സർവീസ് 3 സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഫ്രീ സർവീസ് ആണെങ്കിൽ അതൊരു കാറ്റഗറി. അതുപോലെ റുട്ടീനായിട്ട് നമ്മുടെ ഓയിൽ സർവീസ്, ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സർവീസുകൾ വരും. ഓയിൽ അതിൻ്റെ മൈനർ ചെക്കപ്പ് സർവീസ്, അതിന് വേറൊരു സർവീസായിട്ട്. പിന്നെ കംപ്ലൈൻറ്റ് വർക്കുകൾ, ഇപ്പം നമുക്ക് ചിലപ്പോൾ സൗണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ചെറിയ അതിനെ കംപ്ലൈൻറ്റ്. അപ്പം 3-ന് 3 നമ്മൾ തിരഞ്ഞെടുത്തിട്ടാണ് കൊടുക്കുന്നത്. അതിൽ സർവീസ് പ്ലസ് ഫ്രീ സർവീസ് വരുന്ന വണ്ടികളെ ഒരു ടീമിനും, കംപ്ലൈൻറ്റ് ചെയ്യുന്നത് വേറൊരു ടീം. അതിന് 2 ടീമായിട്ട്. അതിൽ ഇവിയും പിവിയും സെപ്പറേറ്റ് ആയിട്ടാണ്. ഐസ് എഞ്ചിനും ഇവിയും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വണ്ടി കംപ്ലൈന്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ എങ്ങനെ നിങ്ങൾ ഐഡന്റിഫൈ നമുക്ക് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സാറിന് മീറ്റ് ചെയ്യുന്ന ഒരു സർവീസ് അഡ്വൈസർ ആയിരിക്കും. അപ്പൊ സർവീസ് അഡ്വൈസറിന് അറിയാം അത് ഏത് കംപ്ലൈന്റ് ആണോ ഡിവൈഡ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ചെല്ലുന്നത് നമ്മുടെ ഫ്ലോറിന്റെ ഇൻചാർജിന്. അപ്പൊ നമുക്ക് ഈ ഒരു ഫ്ലോർ നോക്കുന്ന ഒരു ഇൻചാർജ് ഉണ്ട്. ആളുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് ആളാണത് ടീമിന് കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുക. അതിൻ്റെ എക്സ്പെർട്ടിന് അത് കൊടുക്കും. അതിന് നമുക്കൊരു സൂപ്പർവൈസർ ഉണ്ടാവും. ഒരു ടീമിന് ഒരു സൂപ്പർവൈസർ ഉണ്ടാവും. 2 പേരെ നോക്കുന്ന ഒരു സൂപ്പർവൈസർ ആയിരിക്കും 2 ടീം നോക്കുന്നത്. അപ്പോൾ ആ സൂപ്പർവൈസറിന് കൊടുക്കും. അപ്പോൾ ആ സൂപ്പർവൈസർ ആളിലുള്ള എലിജിബിൾ അല്ലെങ്കിൽ വേക്കൻ്റ് ഉള്ള ആരാണ് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനേ വേറൊരു കാര്യം ചോദിക്കും. അപ്പൊ ഞാനിവിടെ വന്നേക്കുന്ന ഒരു സർവീസിനാണ്, റൂട്ടീൻ സർവീസ് ആണ് എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് ചെക്ക് ചെയ്യാം ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഫെസിലിറ്റി നിലവിലുണ്ട്. ഓക്കെ, നമുക്ക് ടാറ്റ അതിനൊരു ടൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടാറ്റയുടെ ടഫ് ബുക്ക് എന്നാണ് പറയുന്നത്. അത് നമുക്കൊരു സിസ്റ്റമാണ്, ഒരു ലാപ്ടോപ്പ് പോലത്തെ. അത് നമ്മുടെ വണ്ടിയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് വണ്ടിയിലുള്ള പ്രീവിയസ് ഡാറ്റാസും അല്ലെങ്കിൽ വണ്ടിയിൽ ഇപ്പോൾ ഒക്കെ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഇറർ ഉണ്ടോ കംപ്ലൈന്റ് ഉണ്ടോ എന്ന് നമുക്ക് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ സാറിന് ഇപ്പോൾ വരാൻ പോകുന്ന ഒരു കംപ്ലൈന്റ്, ഇപ്പോൾ സാറിന് ഇടയ്ക്ക് വെച്ചൊരു കംപ്ലൈന്റ് വന്നുപോയി അല്ലെങ്കിൽ ഒരു ചെറിയ വാണിംഗ് ലാമ്പ് വന്നുപോയി, അത് സാർ ഓടിച്ചിരുന്നപ്പോഴല്ല സാറിന്റെ ഫ്രണ്ട് അതെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ ആ ഒരു മെമ്മറൈസ്ഡ് കോഡായാലും ഉണ്ടാവും. ഇപ്പോൾ പ്രസന്റിൽ കംപ്ലൈന്റ് ഇല്ലെന്നുണ്ടെങ്കിലും സാറിന് കംപ്ലൈന്റ് വരാനുള്ള സാധ്യതകൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവാൻ പറ്റും. അപ്പൊ നമുക്ക് കസ്റ്റമറിന് ഒരു ബ്രേക്ക് ഡൗണിൽ നിന്ന് അതിനെ വേണമെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ടഫ് ബുക്ക് എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ഇനീഷ്യലി ഇവരോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. ആക്ച്വലി ഇവിടെ ബാറ്ററികൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. പിന്നെ വേറൊരു കാര്യം, ബാറ്ററി സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള സർവീസ് സെന്റർ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചെയ്യും. പക്ഷേ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, മുൻപ് ഒരു ബാറ്ററിയുടെ റിപ്പയറിങ്ങിന് നിങ്ങൾ പൂനെയിലേക്ക് അയക്കണമായിരുന്നു. അതെ നമുക്ക് ആ സിസ്റ്റം മാറി. ഇപ്പൊ കൊച്ചിയിൽ തന്നെ നമുക്ക് ഈ ബാറ്ററി റിപ്പയറും അല്ലെങ്കിൽ ബാറ്ററിയെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ടാക്കോ എന്ന് പറഞ്ഞ വെൻഡറാണ് ടാറ്റയിൽ. അപ്പൊ ആ ടാക്കോ എന്ന് പറഞ്ഞ വെൻഡറിന്റെ ഇപ്പൊ ഒരു കളമശ്ശേരി അല്ല, ഈ വള്ളത്തോൾ നഗർ ഭാഗത്തായിട്ട് അവരൊരു പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ട്. അതെ, അപ്പോൾ ബാറ്ററി റിപ്പയർ ചെയ്യാൻ ഇപ്പം നമുക്കിപ്പോൾ നോർമലി ഒരു ബാറ്ററി കസ്റ്റമറുടെ കംപ്ലൈന്റ് ഉണ്ട്, അത് നമുക്ക് കസ്റ്റമർ വേറെ ബാറ്ററി കൊടുത്തു. പക്ഷേ ആ ബാറ്ററി റിപ്പയർ ചെയ്ത് വരാനായിട്ട് പൂനെക്ക് പോയി 1 മാസം 2 മാസമൊക്കെ നമുക്ക് ഡിലേ വരുന്നതായിരുന്നു. ഇപ്പം നമുക്ക് 2 വീക്സ് കൊണ്ട് ആ ഒരു പ്രശ്നം സോൾവ് ആയി. ഇപ്പൊ കസ്റ്റമറുടെ ബാറ്ററി റിപ്പയർ ചെയ്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇലക്ട്രിക് വണ്ടിന്റെ ബാറ്ററി മാറി എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എഞ്ചിൻ കംപ്ലൈന്റ് പോലെ 1 വീക്ക് കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം 2 വീക്സ് അതിനുള്ളിൽ നമുക്ക് ബാറ്ററി റിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ബാറ്ററി റീപ്ലേസ്മെന്റിനെ കുറിച്ച് വരുന്ന സമയത്ത് ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, ഈ പാർട്സിന്റെ അവൈലബിലിറ്റി ശരിക്കും ഇതേപോലെ ട്രാവൽ ചെയ്ത് വരേണ്ട ആവശ്യമുണ്ട്? പാർട്സിന്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇല്ലാത്തത്, ഇപ്പം നമ്മുടെ പിന്നിലേക്ക് നോക്കാൻ നമ്മുടെ വെയർ ഹൗസ് ആണ് അത്. ലക്സോൺ നമ്മുടെ ടാറ്റയിൽ നമുക്കിപ്പോൾ ഒരു വെയർ ഹൗസ് ആണ് നമുക്ക് സ്റ്റോറേജിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്നതാണ്. ഓക്കെ, ഇത് ഒരു എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാ പാർട്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇൻ കേസ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു പാർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാറ്റയിൽ നിന്ന് ഒരു 2 or 3 ഡേയ്സിനുള്ളിൽ ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ്. ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ ടാറ്റ ഇപ്പോൾ ഡെയിലി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പാർട്ട് ഇല്ല, വണ്ടി കണ്ടെയ്നർ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ കയറ്റി വിട്ട് തരും. അപ്പോൾ 2 or 3 ഡേയ്സിനുള്ളിൽ നമുക്ക് പാർട്സ് അവൈലബിൾ ആണ്. അപ്പം പാർട്സിന്റെ അവൈലബിലിറ്റിയുടെ കാര്യത്തിൽ ഇനി ഒരു ടെൻഷൻ ഇല്ല. പക്ഷേ ഇവർക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഇത്രയും സാധനം അവിടെ ഉണ്ടോ എന്നുള്ളത്. നമുക്കൊന്ന് കയറി കണ്ടാലോ? മുകളിലൊക്കെ ഒന്ന് കയറി നോക്കാം. പറഞ്ഞൊക്കെ ശരിയാണെന്ന് നോക്കാം. ഇതൊരു സ്റ്റോറേജ് ഏരിയ ആണ്. പക്ഷേ ഇതൊരു പ്രത്യേകത ഉണ്ടല്ലേ? ഇത് നമ്മുടെ ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് മാത്രം വെക്കുന്ന ഒരു സ്റ്റോറേജ് ഏരിയ ആണ്. ഇത് ശരിക്കും താഴത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മളെ വർക്ക് ഫ്ലോറിനോട് ചാരിയിട്ടാണ്. അതെ, നമുക്ക് വർക്ക് ഡിലേ ഇല്ലാതെ പെട്ടെന്ന് പാർട്സ് കൊടുത്ത് അത്യാവശ്യം ദൂരം കുറച്ച് മാത്രമേ കാണിച്ചുള്ളൂ. ഇനി ഇതിന്റെ മുകളിലാണ് നമ്മുടെ വലിയ വെയർ ഹൗസ് വരുന്നത്. അത് ഫാസ്റ്റ് മൂവിങ് അല്ലാത്ത ഐറ്റംസ് ഒക്കെ നമ്മൾ അവിടെയാണ് സ്റ്റോർ റയറിൽ വരുന്നതൊക്കെ. ബോണറ്റ് അതുപോലെ വലിയ ഇതിൽ വെക്കാൻ, ഇതിൽ നമ്മൾ സ്മോൾ ഐറ്റംസ് ആണ് കൂടുതൽ. ഇത്തിരി കൂടി ബിഗ് ഒക്കെ നമ്മൾ അവിടെയാണ് സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കാണാം. സോ ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റോറേജ്. അതെ, നമ്മുടെ വെയർ ഹൗസ് എന്ന് പറയും. ഇത് നമ്മുടെ ബോഡി വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്.
അതന്നെ ഫെൻഡർ ഉണ്ട്, അപ്പുറത്ത് ഹുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുകളിൽ നമുക്ക് കൂടുതലും സർവീസിന്റെ പാർട്സുകളാണ്. പകുതി ബോഡി വർക്കിന്റെ ഉണ്ട്, നമ്മുടെ ഹുഡും കാര്യങ്ങളും ഉണ്ട് അതിനുള്ളിൽ. ഇപ്പൊ എന്തെങ്കിലും കേസിൽ പ്രൊഡക്റ്റ് ആവശ്യം വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നിയർ ബൈ നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ നിയർ ബൈ ഫെസിലിറ്റി നമ്മൾ എടുത്ത് കസ്റ്റമറിന് ഡിലേ ഇല്ലാതെ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ ഇത് വലിയ സ്റ്റോറേജ് ഏരിയ കേട്ടോ, മുകളിലും താഴെയായിട്ട് അടിപൊളി. ഇനി ഞാൻ കാണണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലം നമ്മുടെ ട്രെയിനിങ് സെന്റർ ആണ്. ഓക്കെ, നമുക്കൊരു 100+ സീറ്റ്, അപ്രോക്സിമേറ്റ് 100+ സീറ്റ്. ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഇവരുടെ ടാറ്റ മോട്ടോഴ്സിന്റെ തന്നെ പ്ലാന്റ് വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെയും ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു കൺവെയർ ബെൽറ്റ് റിലേറ്റഡ് പെട്ടെന്ന് തന്നെ അടിച്ചു വരാനും അതുപോലെ കൈയിന്റെ മൂവ്മെന്റ് സ്പീഡാക്കാനും തഴക്കം വരുത്താനും ഒക്കെ ഉള്ള ട്രെയിനിങ് ആയിരുന്നു. സോ ഇവിടെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ കൂടി ഒരു OJT പോലെ ആയിരിക്കും. അതായത് ഗ്രൗണ്ടിൽ ഇതിപ്പോ നമുക്ക് ട്രെയിനിങ് ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ലെക്ചറിംഗ് ആണ് വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോയാലോ? അതെ, നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് ട്രെയിനിങ് റൂം. യെസ്, ഇതാണ് നമ്മുടെ ട്രെയിനിങ് റൂം. അവിടെ സാധാരണ ഇതിൽ എങ്ങനെയാണ് ട്രെയിനിങ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷർ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ നോർമലി ട്രെയിനിങ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ബേസിക് വണ്ടികളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ടാറ്റ പ്രൊഡക്റ്റിനെ കുറിച്ച് ഫെമിലിയർ ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് അവരെ എൻട്രി ചെയ്യാറുള്ളൂ. അതെ, വേറെ OEM വരുന്നവർക്കാന്ന് പറഞ്ഞാൽ ടാറ്റനെ കുറിച്ച് കുറച്ച് ബേസിക് നോളജ് കിട്ടാനായിട്ടാണ് നമ്മൾ ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ ട്രെയിനിങ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ടാറ്റയിൽ നമുക്ക് ഓൾറെഡി ട്രെയിനിങ് ഉണ്ട്. ടെക്നീഷ്യൻ്റെ L1 ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് L2 ട്രെയിനിങ് എന്ന് പറഞ്ഞൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിനർ. യെസ്, നമ്മൾ നോർമലി ഡെയിലി 1 to 2 ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ അതിലൊരു 1:30 മുതൽ 2 മണി വരെ നമ്മുടെ ട്രെയിനർ ഇവർക്ക് സെഷൻ പുതിയ ന്യൂ മോഡൽ വരുമ്പോൾ അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് സ്റ്റഡി കാര്യങ്ങൾ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അതെ വേറെ ഏതെങ്കിലും നമ്മുടെ വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ഐഡിയക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇവിടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പ് മൊത്തം കാണാം. അതെ 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 ശരിക്കും വേണമെങ്കിൽ ഇടയ്ക്ക് ഇതാ നിൽക്കുന്ന വണ്ടിക്ക് വന്ന കംപ്ലൈന്റുകളൊക്കെ വേണമെങ്കിൽ അതെ അതെ ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു ഡൗട്ടാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടാണെങ്കിലും അവർക്കൊന്ന് അറിയാം ഇതാണ് ആ വണ്ടി അല്ലെങ്കിൽ ഇതാണ് ആ വർക്ക് ചെയ്യുന്നത്, ഇത്ര ടൈം എടുക്കും, ജസ്റ്റ് നമുക്ക് ആ ഡ്യൂറേഷൻ കാര്യങ്ങളും അറിയാൻ പറ്റും. മൊത്തം എത്ര ഏരിയ ഉണ്ട്? ഇതൊരു ഒരു ഏക്കറോളം സ്ഥലത്താണ് നമ്മുടെ വർക്ക്ഷോപ്പ്. സോ ഇതാണ് സർവീസ് ട്രെയിനിങ് ഏരിയ. ട്രെയിനിങ് ഏരിയ അതെ. പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് പുതിയ ആളുകളെ ട്രെയിൻ ചെയ്യാനും ഇതിനൊക്കെ. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എല്ലാ ബോഡി ഷോപ്പിനകത്തും ഒരു പെയിന്റ് ബൂത്ത് ഉണ്ടല്ലോ. ഇത് ശരിക്കും ഡസ്റ്റ് ഫ്രീ ആയിട്ട് സെപ്പറേറ്റ് ക്യാബിനായിട്ട് സെറ്റ് ചെയ്തേക്കണം. ഇത് എല്ലാ ഡീലർഷിപ്പിന്റെയും ഒരു പാറ്റേൺ തന്നെയാണ്. അതെ, സെയിം ആണ്. ടാറ്റയ്ക്ക് ഒരു SOP ഉണ്ട്. ഇപ്പോൾ ഒരു സർവീസ് സെന്റർ തുടങ്ങുമ്പോൾ അതിൽ എന്തൊക്കെ വേണമെന്നുള്ള അതിലൊരു SOPയിലുള്ള പെയിന്റിംഗ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വാഷിംഗ് സിസ്റ്റവും ഇതിനകത്ത്. അതെ അതെ, ഇവിടെ ഓട്ടോമാറ്റിക് വാഷിംഗ് ഉണ്ട്. അത് മാൻഡേറ്ററി ആണ്. നമുക്ക് ഇപ്പോൾ കസ്റ്റമറിന് പ്രീമിയം ലെവലിലുള്ള ഒരു ഫീൽ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ് അതിനുള്ളിൽ യൂസ് ചെയ്യുന്നത്. അതും നല്ലൊരു കാര്യം. പിന്നീട് കാണാവുന്ന. അപ്പോൾ ഇതാണ് ടാറ്റ സർവീസ് സെൻറ്റർ. ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിൽ ഇവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മളിങ്ങനെ നോക്കി കാണുന്ന സമയം തന്നെ നമ്മൾ കൊണ്ടുവന്ന വണ്ടീൻ്റെ പണിയും ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. സോ നമുക്ക് ഡെലിവറി ബേക്ക് പോകാം. അവിടെയാണ് ഇത് ഡെലിവറി എടുക്കുന്നത്. സോ നമ്മൾ കൊണ്ടുവന്ന ഒരു വണ്ടി ഗേറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് അത് റിസപ്ഷനിൽ എത്തുന്നു, ജോബ് കാർഡ് എൻ്റർ ചെയ്യുന്നു, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സർവീസ് സെഷനിലേക്ക് പോകുന്നു, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നു, അതുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നു, പാർട്സുകൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുന്നു, അതെല്ലാം കഴിഞ്ഞ് ഓട്ടോമാറ്റിക് വാഷിങ്ങും കഴിഞ്ഞ് ഇനി വേണമെങ്കിൽ പെയിൻറ്റിങ്ങും കഴിഞ്ഞ് ആ ഒരു വണ്ടി ഡെലിവറി ഏരിയയിൽ എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇത്രയും സമയത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്നതിലൂടെയുള്ള ഒരു വാക്ക് ത്രൂ ആണ് നമ്മൾ ഇന്ന് നടത്തിയത്. ശരിക്കും ടാറ്റ മോട്ടോഴ്സ് അവരുടെ സർവീസ് സെക്ടറിനെ കാര്യമായ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. വളരെ പെട്ടെന്ന് ഡെലിവറി കൊടുക്കാൻ പറ്റും എന്നുള്ള അവരുടെ സ്റ്റാഫിൻ്റെ കോൺഫിഡൻസും അതിനു വേണ്ടിയിട്ട് അവർ ചെയ്തേക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയും അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസിൽ ടാറ്റ മോട്ടോഴ്സ് അവരുടെ സർവീസ് സെൻറ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും വരാനിരിക്കുന്നു എന്നൊക്കെ ഇവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അങ്ങനെ ഒരു നല്ല സർവീസ് നെറ്റ്വർക്ക് ബിൽഡായി വരട്ടെ. നിലവിലാണ്, അത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്. ഒരു കാര്യം കൂടി പറയാം, താങ്ക്സ് ടു ദി എൻ്റയർ ടീം ഇൻ ലെക്സോൺ ടാറ്റ.
നമ്മളെ ഈ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സും മനസ്സിലാക്കാനും അത് ഷൂട്ട് ചെയ്യാനും ഒക്കെ സൗകര്യം ചെയ്തു തന്നവർക്കാണ്. താങ്ക് യു സോ മച്ച്.